ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലെ മാൻഗ്രോവ്സ് നാഷണൽ പാർക്കിനകത്താണ്. അകത്തെത്തിയിട്ടില്ല, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു സ്ഥലമാണിത്. നമ്മളിവിടെ വരണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചൂട് കാരണം കൊണ്ട് നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും പറ്റിയിരുന്നില്ല. അതുകൊണ്ടായിരുന്നു നമുക്കിവിടെ വന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റായിരുന്നത്. ഇപ്പോഴാണ് ചൂടൊക്കെ കുറഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ കാലാവസ്ഥയിൽ നല്ലൊരു മാറ്റങ്ങളൊക്കെ വന്ന് കണ്ടില്ലേ. ആളുകളൊക്കെ ചൂട് കുറഞ്ഞുകൊണ്ട് തന്നെ സൈക്ലിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്രയും നാൾ ഇവിടെ നമ്മൾ അതൊന്നും കണ്ടിരുന്നില്ല. പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മാൻഗ്രോവ്സ് നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഈസ്റ്റേൺ മാൻഗ്രോവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വില്ല പ്രൊജക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള വലിയൊരു പ്രൊജക്റ്റാണിത്. അതിനോട് ചേർന്ന് കടലിങ്ങനെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതിൻ്റെ ഓരം ചേർന്നിട്ടാണ് ഇവിടുത്തെ ഹൈവേ പോകുന്നത്. കണ്ടില്ലേ, ഫ്ലൈ ഓവറുകളും കാര്യങ്ങളുമൊക്കെ അതങ്ങനെ അങ്ങോട്ടേക്ക് നീണ്ട് കിടക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ മീനുള്ള ഭാഗമാണത്. നല്ല വലിയ മീനുകൾ ഇവിടെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ കണ്ടിരുന്നു, വലിയ മീനുകളാണ്. പക്ഷേ ഇവിടെ ചൂണ്ടയിടാൻ ലൈസൻസിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് നാട്ടിലത്തെ പോലെ വന്നങ്ങനെ ചൂണ്ട വന്ന് അങ്ങനെ ഇടാനൊന്നും പറ്റില്ല. ഇവിടെ ചൂണ്ടയിടണമെങ്കിൽ ഇവിടെ ലൈസൻസ് എടുക്കണം. അതിനെന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ട്. ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചൂണ്ടയിടാൻ പാടില്ല, നീന്താൻ പാടില്ല, അതുപോലെ തീ ഇടാൻ പാടില്ല, ഇവിടെ ഈ ഭാഗത്ത് ബോട്ടിങ് അലൗഡ് അല്ല, അതുപോലെ ഇവിടെ വെള്ളത്തിലേക്ക് ചാടാൻ പാടില്ല. ഈ ഒരു ഭാഗത്ത് അതെല്ലാം നിരോധിച്ച ഒരു മേഖലയാണ്. നമ്മളിനി മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിപ്പോൾ തണുപ്പ് കാലം ഇപ്പോൾ ആവാനായി. ഇപ്പോൾ ഒക്ടോബറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ അതിൻ്റെ ഉണ്ടല്ലേ ബോട്ട് ജെട്ടികളാണ് ഈ കാണുന്നതൊക്കെ. ആ ഒരു സമയത്ത് ഇഷ്ടം പോലെ ഇവിടെ ഇവരുടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ആ ബോട്ടിൽ കണ്ടത് നമുക്ക് പ്രൈവറ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു വശത്ത് ഇതാണ് ഈസ്റ്റേൺ മാൻഗ്രോവ്സ് പ്രൊജക്റ്റുകൾ, അപ്പാർട്ട്മെൻറ്റ്സാണ് ഇതൊക്കെ. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അവരുടെ വില്ല പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൂട് കുറഞ്ഞുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇപ്പോൾ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു, പക്ഷെ അന്ന് ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആരെയും കാണാൻ പറ്റിയിരുന്നില്ല. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കടൽ ഉള്ളിലേക്ക് കയറിയൊരു ഭാഗമാണ്. ആ ഒരു ഭാഗം വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ അത് പ്ലാൻ ചെയ്ത് അവിടെ നല്ല ബിൽഡിങ്ങുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ, വില്ലകൾ, അതുപോലെ ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. പറയുമ്പോൾ ഈ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. വെറും മരുഭൂമിയായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇത്ര ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ഇവർക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഇതിലും മികച്ചതായിട്ട് സൃഷ്ടിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ അതൊന്നും ദീർഘവീക്ഷണത്തോടു കൂടി ഒന്നും ചെയ്യുന്നില്ല. ഇത് നോക്കൂ, ഇതിൻ്റെ സൈഡിലൂടെ നടക്കാനും ഇതൊക്കെയുള്ള വളരെ ഭംഗിയുള്ള ഒരു പാത്ത് ഒരുക്കിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആ കാണുന്നതൊക്കെ മാൻമെയ്ഡ് ഫോറസ്റ്റ് ആട്ടോ, അതായത് കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചതാണ് ആ കാണുന്നത്. അതങ്ങനെ ഒരു തലക്കെന്ന് തുടങ്ങി നമ്മളിപ്പോൾ വന്ന വഴി അവിടെ ആ ഫ്ലൈ ഓവർ കാണുന്നു, അവിടെ തൊട്ട് തുടങ്ങി അതങ്ങനെ നീണ്ട് അതുവരെയും അങ്ങ് ദൂരെ വരെ കിടക്കുകയാണ്. അതായത് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ്. വലിയ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളാണ്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ നിർമ്മിതികളൊക്കെ ഇവർ പൊളിക്കുകയാണ്. അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതുതാണ് ആ പുറകിൽ കാണുന്നതൊക്കെ.
ഇതിൻ്റെ ഓരത്ത് അങ്ങറ്റം വരെയും ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളൊക്കെയാണ്. അതിനുശേഷം കുറച്ച് ആളുകൾക്ക് വർക്കൗട്ട് ചെയ്യാനും അതുപോലെ ഫ്രീ ആയിട്ടിരിക്കാനും അങ്ങനെയുള്ള സ്പേസൊക്കെ ഉണ്ട്. ഒരു പാർക്ക് പോലത്തെ സ്പേസൊക്കെ ഇതിൻ്റെ അറ്റത്തുണ്ട്. ദൂരെ 2-3 തൂണുകൾ പോലെ കാണുന്നത് അബുദാബി സിറ്റിയാണ്. സിറ്റിയിലുള്ള ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ഇവിടെ നിന്ന് വലിയ ദൂരമല്ല, 10-15 കിലോമീറ്റർ അബുദാബി സിറ്റിയിലേക്കുള്ളൂ. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 6 മണി കഴിഞ്ഞൊരു സമയമാണ്. ഈ സമയത്തൊക്കെ ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ്. ഈ സമയത്തൊക്കെ വന്നിരിക്കാം, ഇരിക്കുകയല്ല നടക്കാം, നല്ല സ്ഥലമാണ്. മറ്റേത് ചൂട് കഴിഞ്ഞ ആഴ്ച വരെയും നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ നടക്കുമ്പോൾ നാട്ടിലെ പോലെ കുറേ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. അതിവർ ഇവിടെ കുറേ മരങ്ങൾ പിടിപ്പിച്ചിട്ടും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുമൊക്കെ അതിൻ്റെയൊക്കെ കാരണത്താൽ ഇവിടെ ഇഷ്ടംപോലെ പക്ഷികളൊക്കെ വന്ന് കൂട് കൂട്ടി ഒരുപാട് ഇനത്തിൽപ്പെട്ട പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ. എന്തിനു പറയുന്ന കാക്ക വരെ ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നതാണ്, കണ്ടില്ലേ, പൂച്ചകൾ, കണ്ടമാനം പൂച്ചകൾ തലങ്ങും വിലങ്ങും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, എത്ര വളരെ മനോഹരമായിട്ടാണ് ഇവരിവിടെ ഈ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് നോക്കൂ. കുറഞ്ഞ സ്പേസേ ഉള്ളൂ, പക്ഷേ ആ ഭാഗത്ത് വളരെ നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അവിടത്തേക്കുള്ള വഴി ഒക്കെ, അതായത് വാക്ക് വേ സെപ്പറേറ്റ്, ഡ്രൈവ് വേ സെപ്പറേറ്റൊക്കെ ആക്കി കൊടുത്ത് പല സ്ഥലങ്ങളിലും ചില ഫൗണ്ടനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇത്തരത്തിലൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ കുറച്ചും കൂടെ മനോഹരമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കുറേ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഹൈജീൻ്റെ കാര്യം. നമുക്ക് ഇപ്പോൾ ഇത്രയും ദൂരം വന്നതിൽ നമുക്കൊന്നും ഇവിടെ കാണാൻ കഴിയില്ല, ഒരു വേസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും. കാരണം എല്ലാ സ്ഥലത്തും അത് വേസ്റ്റ് ബിന്നെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആളുകളത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ എന്ത് വെച്ചിട്ടും കാര്യമില്ല, ഫോളോ ചെയ്യുന്ന ആളുകൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്, അതായത് ഇതിൻ്റെ മുൻവശത്തേക്ക്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങറ്റം വരെ ഈ മാംഗ്രോവ്സിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പാർക്കാണ്, പബ്ലിക് പാർക്ക് പോലുള്ളൊരു പ്ലേസാണ്. ആളുകൾക്ക് നടക്കാനും വർക്കൗട്ട് ചെയ്യാനും അതുപോലെ വെറുതെ റിലാക്സ് ചെയ്തിരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ് ആ ഭാഗത്തൊക്കെ. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് ഈ മാംഗ്രോവ്സിലെ അപ്പാർട്ട്മെൻറ്റുകളെ വില്ല അതിൻ്റെയൊക്കെ ഫ്രണ്ട് ഭാഗത്തേക്കാണ്. വളരെ നന്നായിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ റോഡിന് ചുറ്റും വശങ്ങളിലായിട്ട് 2 വശങ്ങളിലും ഈന്തപ്പനകളും അതുപോലെ ചെടികൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല ചെടികളും ഇവരിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടതാണ്, ഇവർ കണ്ടില്ലേ ഇറിഗേഷൻ നടത്തിയിരിക്കുന്നത് കണ്ടോ. പൈപ്പാണ് എല്ലാ ചെടികളുടെയും മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ പൈപ്പ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാനത് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇവർ ചെടികളും മരങ്ങളൊക്കെ പരിപാലിക്കുന്നതെന്നറിയാം. അതുപോലെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് അവിടെ ഒരു ടൈപ്പ് ബുഷ് പോലത്തെ ചെടിയാണ്, തിങ്ങി നിറഞ്ഞ് ഉണ്ടാവുന്ന ചെടി. പിന്നെ വലിയ വലിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഭാവിയിലേക്ക് വളർന്ന് വലിയ മരമാവെന്ന് വിചാരിക്കാം. കണ്ടില്ലേ, വളരെ ഭംഗിയുള്ള, അതായത് ഒരു പ്രൊജക്റ്റ് അത് എത്രത്തോളം മനോഹരമാക്കാം, അത് മാത്രമല്ല അതെങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അതും കൂടെ ഉണ്ടല്ലോ. ഇവിടെ നമുക്കത് കാണാൻ പറ്റും. വളരെ നന്നായിട്ടാണ് ഇവിടുത്തെ ഓരോ അപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ വില്ല കോംപ്ലക്സുകളൊക്കെ കൂടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും അതുപോലെ പൂന്തോട്ടങ്ങളും നോക്കൂ, വഴികളൊക്കെ നോക്കൂ, വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഇവിടെ നിന്ന്
ഇതിൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ മുൻവശത്തോടെ ഹൈവേ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറവും ഇതുപോലെ വില്ല സമുച്ചയങ്ങളാണ്. ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയയാണ്. പല സ്ഥലത്തും ഇതുപോലെ ചെറിയ ചെറിയ ഫൗണ്ടനുകളും അതുപോലെ ചെറിയ ചെറിയ പൂള് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഇവർ ഓപ്പൺ സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂട് കൂടുതലുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷികളൊക്കെ വന്നിട്ട് അതിൽ നിന്ന് വെള്ളം കുടിച്ച് പോകുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം അത് ഒരു കാണാനുള്ള ഭംഗി എന്നതിലുപരി മറ്റുള്ള ജീവജാലങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്നുണ്ടല്ലോ. അത് പല സ്ഥലങ്ങളിലും അത് ഞാൻ കണ്ടു. പിന്നെ അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് ഗാഫ് മരങ്ങൾ. അത് UAEയുടെ നാഷണൽ ട്രീ ആണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് വളരെ കുറവാണത്. ഇവിടെ കൂടുതൽ ഈന്തപ്പനകളും ചെറു ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അബുദാബിയിൽ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഈ മരം അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മരം വെള്ളം ഉള്ള സ്ഥലത്താണ് കൂടുതലായിട്ട്, അതായത് വെള്ളം ഇത് തേടി കണ്ടുപിടിക്കുന്നതാണ്. കാരണം ഇവിടെ പൊതുവെ മരുഭൂമിയാണല്ലോ. അതുകൊണ്ട് പിന്നെ അത് നമുക്ക് നാട്ടിൽ തെങ്ങ് എന്ന് പറയും പോലെ ഇതിവിടുത്തെ ഒരു കൽപ്പവൃക്ഷമാണ്. അതായത് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് ഇതിന് തടി ഒരു വീടുണ്ടാക്കാനും പിന്നെ കത്തിക്കാനും പിന്നെ അതിൻ്റെ പല പല ഉപയോഗങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ അതിൻ്റെ ഈ ഒട്ടകങ്ങളൊക്കെ അതിൻ്റെ ഇലയാണ് കഴിക്കുക. പിന്നെ ഇതിൻ്റെ ഇല പല ഭക്ഷണത്തിലും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു പുളിമരത്തിൻ്റെ പോലത്തെ ഇലയാണ്, പുളിയുടെ ഇല പോലത്തെ ചെറിയ ഇലകളാണ് ഇതിലുള്ളത്. പക്ഷെ അത് ഈ ഭാഗത്ത് വളരെ കുറവാണ്. അത് വലിയ വലിയ മരമായി മാറും, പുളി പോലെ തന്നെ. പക്ഷെ അത്ര ഉയരത്തിലെത്തില്ലെങ്കിലും, പുളി മരം പോലെ അത്ര ഉയരത്തിൽ വരുന്നില്ലെങ്കിലും ഇതിൻ്റെ തടിയൊക്കെ നല്ലപോലെ വന്ന് നല്ലപോലെ ശിഖരങ്ങളും ഇലയൊക്കെ ആയിട്ടുള്ള വലിയൊരു മരമാണ് അത്. ഗാഫ് ജ്യൂസ്, അതിൻ്റെ ഇല കൊണ്ട് ഒരു തരം ജ്യൂസ് നിർമ്മിക്കുന്നുണ്ട്. ജ്യൂസ് മാത്രമല്ല, സ്മൂത്തി അങ്ങനെയുള്ള കേട്ടിട്ടുണ്ട്. പക്ഷേ ജ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്, കുടിച്ചിട്ടുമുണ്ട്. അത് ചെറിയൊരു ചവർപ്പ് ഉള്ളൊരു ഇലയാണ്. പക്ഷേ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഇതൊക്കെ ഉള്ളതാണെന്ന് പറയുന്നു. നമുക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു ചവർപ്പ് ഫീൽ ചെയ്യും. അതെന്തായാലും ഞാൻ കാണിച്ചു തരണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തത് ഇല്ല. എന്തായാലും അതൊരു അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. ഗാഫ് മരം അത് UAEയുടെ നാഷണൽ ട്രീ ആണ്. 2008 മുതലാണ് ആ മരത്തിന് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തിട്ടുള്ളത് ഇവർ. അതുപോലെ തന്നെ ആ മരമൊക്കെ നമുക്ക് കാണാം. ഇവിടെ എല്ലാ മരത്തിൻ്റെ മുകളിൽ അവരൊരു സ്റ്റീലിലൊരു പ്ലേറ്റ്, അതായത് അതിൻ്റെ ആ മരത്തിൻ്റെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമേ ലേബൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ ആ മരം മുറിക്കാൻ പാടില്ല, അത് വലിയ കുറ്റകരമാണ്. ആ മരം എന്നല്ല, അബുദാബിയിൽ മരം മുറിക്കൽ വലിയ കുറ്റകരമാണെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ഇവർ ഓരോ മരവും ആ രീതിയിലാണ് പരിപാലിച്ച് അത് വളർത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടായിരിക്കാം അത് വലിയൊരു ക്രിമിനൽ കുറ്റമൊക്കെ ആയിട്ട് ഇവിടെ ഉള്ളത്. ചൂടൊക്കെ ഒന്ന് മാറി കാലാവസ്ഥയൊക്കെ നല്ല രീതിയിലായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ആളുകൾ ഇവിടെ നിന്ന് കാണാത്തത്. പിന്നെ അതുപോലെ തന്നെ മാംഗ്രോവ്സിൽ ഇപ്പോൾ ബോട്ടിംഗ് സർവീസുകളൊക്കെ ആരംഭിച്ചിട്ടില്ല. ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ ആരംഭിക്കുന്നൊക്കെയാണ് കേട്ടത്. അതൊക്കെ ആയാൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. നല്ലൊരു സ്ഥലമാണ്. അതായത് ആളുകൾക്ക് സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ച് നേരം റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അത് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കാം. ഞാനെന്നാലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു സ്ഥലത്ത് അബുദാബിയിലുള്ളവർ വരാത്തവരൊക്കെ മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യണം. പക്ഷേ വിൻ്ററിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ ബോട്ടിംഗ് സർവീസുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒക്ടോബറൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നല്ല സ്ഥലമാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇവിടെ കാണാൻ ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കടലുള്ളിലേക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ തണുത്ത കാറ്റ് നല്ല ഏത് സമയവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.